ഈ യാത്രാവിമാനം തകർന്ന അതിൻ്റെ ആഘാതത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ മുക്തരായിട്ടില്ല. അതിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും അട്ടിമറി തന്നെ എന്നാണ് പറയുന്നത്. എന്താണ് സംഭവം? അട്ടിമറി തന്നെയാണോ അല്ലയോ എന്നുള്ള തരത്തിൽ വ്യാപക പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ വ്യോമയാന മന്ത്രി മുരളീധർ മോഹൽ എന്ന് പറയുന്ന വ്യോമയാന മന്ത്രി ഇപ്പോൾ നടത്തിയ പ്രസ്താവന അട്ടിമറി സാധ്യതകളടക്കം ഞങ്ങൾ പരിശോധിക്കുന്നു എന്ന് തന്നെയാണ്. കാര്യം അത്തരം ഒരു ചോദ്യം നേരത്തെ ഉയർന്നു വന്നിട്ടില്ല. കാര്യം നമ്മൾ യന്ത്രത്തകരാറോ അല്ലെങ്കിൽ സാങ്കേതിക പിഴവോ എന്നാണ് ആദ്യമേ ധരിച്ചിരുന്നത്. പക്ഷേ ഈ അപകടം നടന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും അതിനെ സംബന്ധിച്ചുള്ള അവ്യക്തതകൾ തുടരുന്നു, ആശങ്കകൾ പടരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രി പറഞ്ഞിരിക്കുന്നത് അട്ടിമറി സാധ്യതകളടക്കം പരിശോധിക്കുന്നു എന്നുള്ളത്. ഇനി മറ്റൊരു സംഗതിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കണം. അതായത് ഇപ്പോൾ ഈ വിമാന അപകടത്തിൻ്റെ അന്വേഷണം നടത്തുന്നത് എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ്. അതായത് ഒരു കേന്ദ്ര ഏജൻസി, നമ്മുടെ ഇപ്പോൾ NIA എന്നോ CBI എന്നോ ഒക്കെ പറയുന്നത് പോലെ അന്വേഷണ ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു സംഘമാണ്. വിമാന അപകടങ്ങളെക്കുറിച്ച് പരിശോധിക്കുകയും പഠിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ജനറൽ GVG യുഗാന്തർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഇതിൻ്റെ ഡയറക്ടർ ജനറൽ. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഭീഷണിയുണ്ട് എന്നുള്ള തരത്തിലാണ് വാർത്തകൾ വരുന്നത്. അത് ചില ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ ഭീഷണി ഉണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഇദ്ദേഹത്തിന് ഇപ്പോൾ Z കാറ്റഗറി സുരക്ഷ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. CRPFൻ്റെ കമാൻഡോകൾ അദ്ദേഹത്തെ ഇപ്പോൾ അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന തരത്തിൽ ഗുരുതരമായ സംഗതി ഈ അപകടവുമായി ബന്ധപ്പെട്ട്, ഈ പറയുന്ന വിമാന അപകടവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ ഒരു എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ട്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ അപകടം ഉണ്ടായി 2 ആഴ്ച പിന്നിട്ടു. നമുക്ക് ഒരു കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറും ഒരു ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും ഇതിനെ രണ്ടും കൂടി ചേർത്താണ് ബ്ലാക്ക് ബോക്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് രണ്ടും 2 ദിവസങ്ങളിലായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഒരെണ്ണം 13-ാം തീയതിയും ഒരെണ്ണം 16-ാം തീയതിയും. ഈ 2 സംഗതികളും അതിൽ ഒരെണ്ണം മാത്രമേ നമുക്ക് ഇതുവരെ ഡീകോഡ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളൂ. അതായത് ഈ കോക്ക്പിറ്റിലെ വോയിസ് ഡാറ്റ റെക്കോർഡർ അത് പൂർണ്ണമായും ഡീകോഡ് ചെയ്തു എന്നുള്ളതാണ് വിവരം. അതായത് ഈ അപകട സമയത്ത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പ് 2 പൈലറ്റുമാർ പരസ്പരം നടത്തിയ സംഭാഷണങ്ങളും വിമാനത്തിലെ ജീവനക്കാർക്ക് കൊടുത്ത നിർദ്ദേശങ്ങളുമെല്ലാം, പിന്നെ അപകട സമയത്ത് തൊട്ട് മുമ്പ് ഇവരെന്താണ് സംസാരിച്ചത്, അതെല്ലാം അത് നിർണായക തെളിവാണ്. ഇതെല്ലാം ആ റെക്കോർഡറിൽ ഉണ്ടാകും. അപ്പോൾ അത് ഡീകോഡ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. എന്നാൽ എന്താണ് അതിൽ നിന്ന് ലഭിച്ച വിവരം എന്നുള്ളത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പിന്നെ മറ്റൊരു അതായത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അത് ഏതാണ്ട് തകർന്ന നിലയിലാണ് എന്നുള്ള വിവരങ്ങൾ നേരത്തെ വന്നിരുന്നു. ഇതുവരെ ഡീകോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ ഈ പറയുന്ന ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അമേരിക്കയിൽ അയച്ച് പരിശോധിക്കുമെന്നുള്ള ചില വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ഇത് നേരത്തെ പറഞ്ഞ പോലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ ലാബിലാണ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ ആവശ്യാർത്ഥം ഈ പറയുന്ന ഏജൻസിയുടെ ഡൽഹിയിലെ ലാബിലേക്ക് നമ്മുടെ ബ്ലാക്ക് ബോക്സ് എയർലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, വിമാനമാർഗ്ഗം എത്തിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ബ്ലാക്ക് ബോക്സ് ഇപ്പോൾ 24 മണിക്കൂറും സുരക്ഷാ വലയത്തിലാണ്. CCTV ക്യാമറ രണ്ടെണ്ണം അല്ല, അതായത് ഈ പറയുന്ന കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡറും ഈ പറയുന്ന ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കൂടി ചേർത്താണ് നമ്മൾ ഒറ്റ ബ്ലാക്ക് ബോക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. 2 സാധനമുണ്ട്, പക്ഷേ നമ്മൾ കോമൺലി അതിനെ ബ്ലാക്ക് ബോക്സ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇപ്പോൾ നിലവിൽ അവിടെ CCTV സർവൈലൻസിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിനും അതീവ സുരക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചില സൂചനകളൊക്കെ വന്നിരുന്നു. അതായത് ഈ പറയുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലാപ്പ്, അതിൻ്റെ ചിറകുകൾ അത് നിവർന്നിട്ടില്ല, അതായത് മടങ്ങിയിരിക്കേണ്ടത് നിവർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഇതിൻ്റെ പറന്നുയരുന്ന സമയത്ത് ഇതിൻ്റെ ലാൻഡിംഗ് ഗിയർ പുറത്തേക്ക് തുറന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് അസാധാരണ സംഗതിയാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ടേക്ക് ഓഫിൻ്റെ സമയത്ത് നേരെ ഓപ്പോസിറ്റാണ് ഇത് വേണ്ടത്. അതായത് ഈ പറയുന്ന ലാൻഡിംഗ് ഗിയർ അകത്തേക്ക് കയറണം, ഈ ഫ്ലാപ്പ് നിവർന്നിരിക്കുന്നത് മടങ്ങണം. അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അത് പൈലറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതര പിഴവ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഏതാണ്ട് അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങും വിമാനത്തിൻ്റെ എൻജിൻ നിർമ്മാതാക്കളായ GEയും 2 കൂട്ടരും ഇതിൽ സാങ്കേതിക പിഴവില്ല, സാങ്കേതിക തകരാറില്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എവിടെയാണ് പിഴവ് പറ്റിയത്? 2 സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, ഈ പൈലറ്റുമാർക്ക് വന്ന ഗുരുതരമായ പിഴവ്, അതിനെ ഹ്യൂമൻ എറർ എന്നാണ് ഇവർ വിശേഷിപ്പിക്കുക. മറ്റൊന്ന് ബാഹ്യ ഇടപെടൽ, അതായത് ഏതെങ്കിലും തരത്തിൽ ഒരു ഭീകരവാദ ആക്രമണം നടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നേരത്തെ ചില സാധ്യതകൾ പറഞ്ഞു ഈ വിമാനത്തിൻ്റെ എഞ്ചിനിൽ പക്ഷികൾ വന്നിടിച്ചിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള ബാഹ്യ ഇടപെടൽ
ഇനി നമുക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സോഫ്റ്റ്വെയർ മാൽ ഫങ്ഷനിങ്, അതായത് ഇതെല്ലാം കമ്പ്യൂട്ടർ നിയന്ത്രിതമാണ് ഈ വിമാനം എന്ന് പറയുന്നത്. പല പല സോഫ്റ്റ്വെയറുകൾ അതിൽ ഇൻബിൽട്ടായിട്ട് വെച്ചിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയറുകളിൽ എന്തെങ്കിലും തകരാറ്, അത് നമ്മൾ മനുഷ്യരായി നോക്കിയാൽ അത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുമ്പോൾ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് എഞ്ചിനുകൾ ഒരേ സമയം പ്രവർത്തനം നിലയ്ക്കുക, അസാധാരണ സാഹചര്യത്തിൽ മാത്രമേ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലയ്ക്കുകയുള്ളൂ. സാധാരണഗതിയിൽ വിമാനങ്ങൾക്ക് തകരാറുണ്ടാകുന്നത് ഏതെങ്കിലും ഒരു എഞ്ചിൻ പ്രവർത്തനം നിലയ്ക്കുകയും മറ്റൊരു എഞ്ചിൻ, ചില അടിയന്തര സാഹചര്യങ്ങൾ ആ ഒരു എഞ്ചിൻ കൊണ്ട് തന്നെ നമുക്ക് ഒരു വിമാനത്തെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ഒരു പരിധി വരെ നമുക്ക് അപകടം ഒഴിവാക്കാനും പറ്റും. പക്ഷേ ഇവിടെ 2 എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനം നിലച്ച അസാധാരണ സാഹചര്യവുമുണ്ട്. പിന്നെ ഈ പറയുന്ന ഒരു ഗൂഢാലോചന സിദ്ധാന്തം ഇപ്പോൾ പ്രസക്തമായി വരുന്നു. അതായത് വ്യോമയാന മന്ത്രി വന്ന് പറയുന്നു, ഇതുവരെ അങ്ങനെ പറയാത്ത വ്യോമയാന മന്ത്രി ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ അട്ടിമറി സാധ്യതകളടക്കം പരിശോധിക്കുന്നു. പിന്നെ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ജീവന് ഭീഷണി. അപ്പോൾ അത്രയ്ക്ക് ഗുരുതരമായ എന്തോ സംഗതികൾ അദ്ദേഹത്തിൻ്റെ അറിവിലുള്ളത് കൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം ഇത്തരത്തിലുള്ള ഭീഷണി നേരിടുന്നത്. പിന്നെ മറ്റൊരു സംഗതി ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. എയർ ഇന്ത്യ വ്യാപകമായ അച്ചടക്ക നടപടികൾ എടുക്കുന്നു. 2 ഘട്ടങ്ങളായി അവരുടെ ജീവനക്കാരെ, ഏതാണ്ട് 7 ജീവനക്കാരെ ഇപ്പോൾ അവർ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി, അല്ലെങ്കിൽ അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടേക്കുന്നു. അപ്പോൾ എയർ ഇന്ത്യ ബോധപൂർവ്വം ഇവിടെ ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ജീവനക്കാരെ ബലിയാടുകളാക്കിക്കൊണ്ട് അവർ കൈ കഴുകാനുള്ളൊരു സമീപനം നടക്കുന്നുണ്ട് എന്നുള്ള സംശയവും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം, അതായത് ഈ ലോകമാധ്യമങ്ങളിലടക്കം ഈ അപകടത്തിൻ്റെ കാരണമെന്ത് ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ എയർ ഇന്ത്യയെയും നമ്മുടെ വ്യോമയാന മന്ത്രാലയത്തെയും ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെയും നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് അവിടെ വാർത്തകൾ വരുന്നത്. UN-ൻ്റെ ഇടപെടലുണ്ടായി. UN ഈ വിഷയത്തിൽ അന്വേഷണത്തിന് സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, ഞങ്ങൾ തന്നെ അന്വേഷിച്ചോളാം നിലപാടെടുത്ത അന്വേഷണ സംഘമാണ് ഇന്ത്യയിലുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വിഷയത്തിൻ്റെ ആധികാരികത വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഓർക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഒരു തരിമ്പ് പോലും കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല. ഇത്തരം ചില സംശയങ്ങൾ അത് പ്രബലമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ അന്വേഷണ സംഘത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.